ഇന്നലെ ഞാൻ CAA വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഏറ്റവും കൂടുതൽ ചതിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. കാരണം അതിനുശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചരിത്രം എടുത്ത് നോക്കണം ഏതൊക്കെ രീതിയിലാണ് കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചതിച്ചു എന്ന് പറയുന്നതിൻ്റെ പല കാരണങ്ങൾ. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. അന്ന് പ്രഗത്ഭരായ അത് എലീറ്റായിട്ടുള്ളവരും അതേപോലെ ഇന്ത്യൻ നാഷണൽ പാർട്ടി കോൺഗ്രസ് പാർട്ടിക്കകത്ത് വർക്ക് ചെയ്തവരും അക്കാഡമിഷ്യൻസും അങ്ങനെയുള്ള ടെക്നോക്രാറ്റ്സും ഇങ്ങനെയുള്ളവർ മുഴുവനും അന്നുണ്ടായിരുന്നവർ മുഴുവനും അതായത് ലീഡേഴ്സ് മുഴുവനും പാകിസ്ഥാനിലേക്ക് പോയി. അതിനുശേഷം കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് ഒരു നല്ല മുസ്ലിം ലീഡേഴ്സിനെ കൊണ്ടുവരുവാൻ ശ്രമിച്ചില്ല. ഇതാണ് അവർ കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടറും മണ്ടത്തരവും. ദളിത് കമ്മ്യൂണിറ്റിക്കകത്ത് അതും കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെയും ഈ അപ്പർ കാസ്റ്റ് ആയിരുന്നു കോൺഗ്രസ് പാർട്ടിക്കകത്ത്, അതായത് ബ്രാഹ്മണൻസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിരുന്നു കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഏറ്റവും ഡോമിനേറ്റഡ്. അവരെയും കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ ആൾക്കാരുണ്ടായി, ചില മൂവ്മെൻറ്റുകളുണ്ടായി. ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻ്റ് ഉണ്ടായി, അതേപോലെ ഖാൻഷീറാബിൻ്റെ മൂവ്മെൻറ്റ്, മായാവതി ഉണ്ടായി. ഇതൊക്കെ ഉണ്ടാകുന്ന കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്നതല്ല. ഇതെല്ലാം ആൻറ്റി കോൺഗ്രസ് മൂവ്മെൻറ്റിലുണ്ടായതാണ്. അത് കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്ന ദളിത് നേതാക്കളൊന്നും അല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൻ്റെ അകത്ത് അന്നുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണിക്കൽ മേധാവിത്യം അവർ പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയെയും അതേപോലെ തന്നെ OBCയെയും ഒതുക്കുവാൻ ശ്രമിച്ചു. ഇത് യഥാർത്ഥ ചരിത്രമാണ്. ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ അതാണ് ചരിത്രം. ഇവർക്ക് കോൺഗ്രസ് പാർട്ടിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ നേരെ അതായത് അപ്ലിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ നേതാക്കളെ മാത്രമല്ല പലതിനകത്തും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അവരെപ്പോഴും ചെയ്തൊരു സംഭവമുണ്ട്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ചില നേതാക്കളെ എടുക്കും. അവർ മത നേതാക്കളാണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ല. അവരുടെ സൗണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നു, അത് നടത്തി കൊടുക്കുന്നു. ചില ആൾക്കാരെ ചില പൊസിഷനിൽ വെക്കുന്നു. പക്ഷെ അവിടെ എല്ലാം ലിമിറ്റഡ് ആയിരിക്കും. ഈ രീതിയിൽ മാത്രമാണ് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ ഇത്രയും വർഷവുമായിട്ട് മുസ്ലിം നേതാക്കളെ, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള നേതാക്കളെ കൊണ്ടുവരികയും ഒതുക്കുകയും തഴയുകയും ചെയ്തു. ഇതാണ് പരമപ്രധാനം. അതിൻ്റെ ഒരു അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ലീഡേഴ്സ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ പല അഡ്മിനിസ്ട്രേഷനിലും ഉണ്ടാകാതിരിക്കാനുണ്ടായ കാരണം. പിന്നെ മുസ്ലിംസ് അവരുടെ കമ്മ്യൂണിറ്റിക്ക് അവരുടെ നേതാക്കൾക്ക് വേണ്ടി ഞാൻ പറയുന്ന അവരുടെ മത നേതാക്കൾക്ക് വേണ്ടിയും ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷേ ആ കമ്മ്യൂണിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുവാൻ ഇവർ തയ്യാറായില്ല. അതാണ് ഏറ്റവും പരമപ്രധാനം. അതേപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുണ്ടായിരുന്ന സ്ത്രീ വിവേചനം, അതായത് സ്ത്രീകളെ വളരെ എഡ്യൂക്കേഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല, മറ്റുള്ള മെയിൻ സ്ട്രീമിൽ വരാൻ സമ്മതിക്കില്ല. അതിനു വേണ്ടി ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് എത്രയോ വർഷം കഴിഞ്ഞ് ഷാബാനു കേസ് വരികയും അപ്പോൾ അതിനനുകൂലമായിട്ട് ഇന്ത്യൻ ജുഡീഷ്യറി, അതായത് സുപ്രീം കോർട്ട് പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തൊലച്ച ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണ് കോൺഗ്രസ് പാർട്ടി. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ചില മുസ്ലിം നേതാക്കൾക്കും ഇതിനെപ്പറ്റി പഠിക്കുന്നവർക്കും വ്യക്തമായിട്ടറിയാം. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒന്നടങ്കം നശിപ്പിക്കുവാൻ ശ്രമിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ സമയത്ത് BJPയും ജനസംഘമൊന്നുമില്ല. അതിനുശേഷം ഈ പറയുന്ന ട്രിപ്പിൾ തലാഖാണെങ്കിലും മറ്റുള്ള രീതിയിൽ ഇവരെ അപ്ലിഫ്റ്റ് ചെയ്യുവാൻ വേണ്ടി കോൺഗ്രസ് എന്ത് പ്രോഗ്രാമാണ് കൊണ്ടുവന്നത്. അതിനിടയ്ക്ക് എനിക്കറിയാവുന്ന പല ഈ ഇസ്ലാമിക സ്കോളേഴ്സ് പല രീതിയിലും കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മദ്രസകൾ കൺവേർട്ട് ചെയ്ത് സ്കൂളുകളാക്കണം.
അതിന് പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. അപ്പം മദ്രസകൾ കൺവേർട്ട് ചെയ്തിട്ട് മദ്രസയും സ്കൂളുമായിട്ട് ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഇവർക്ക് എഡ്യൂക്കേഷൻ കിട്ടും. അതായത് കോൺഗ്രസിലെ ചില ലോബികളുണ്ടായിരുന്നു ഒരു കാലത്തും പിന്നീടുണ്ടായ സമയത്തും. ഇവർക്കൊരു കാരണവശാലും ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ ലിറ്ററലി അപ്ലിഫ്റ്റ് ചെയ്യുവാനും മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരുവാനും താല്പര്യമില്ലായിരുന്നു. ഇത് തന്നെയായിരുന്നു അംബേദ്കറിന് ശേഷം ദളിത് കമ്മ്യൂണിറ്റിയോടും കോൺഗ്രസ് പാർട്ടി കാണിച്ചത്. ഇത് ചരിത്രം നോക്കിയാൽ മനസ്സിലാകും. എത്ര ദളിത് ലീഡേഴ്സിനെയാണ് ഇവർ അപ്ലിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുവാൻ ശ്രമിച്ചത്. എന്നാൽ ആദിവാസിയാണെങ്കിലും ദളിത് ആണെങ്കിലും ഇന്ത്യയിൽ അറൗണ്ട് 34-35% ഉണ്ട്. നിങ്ങൾ നോക്കുക, എത്ര ആദിവാസി നേതാക്കളെയാണ് പൊളിറ്റിക്സിൽ കൂടെ കോൺഗ്രസ് പാർട്ടി കൊണ്ടുവരാൻ ശ്രമിച്ചത്. വേറെ പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ ഒന്നുമില്ല. എത്ര പേരെ ശ്രമിച്ചു? ഇവിടെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസ് എത്രമാത്രം തെരഞ്ഞു പിടിച്ചാണ് ഈ സംഭവം വളരെ എഞ്ചിനീയർ ചെയ്ത് സയൻറ്റിഫിക്കലി ചെയ്തിട്ടാണ് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ദളിത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ആദിവാസി കമ്മ്യൂണിറ്റി ആണെങ്കിലും തഴയാൻ ശ്രമിച്ചത്. പിന്നെ നെഹ്റുവിയൻ പോളിസി ഉണ്ടായിരുന്നു, ആദിവാസികളെ അതേപോലെ അവരവിടെ താമസിക്കിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. കാരണം ഒരു നാഷണൽ പോളിസി ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീടുണ്ടായതാണ് ഈ റെഡ് കോറിഡോർ. ആ കമ്മ്യൂണിറ്റിക്കകത്തുണ്ടായ സംഭവമാണ്. പിന്നീട് മാവോയിസും നക്സലിസും ഒക്കെ ആയിട്ട് മാറി. പിന്നീട് ഈ അടുത്ത സമയത്താണ് ഈ ആദിവാസി കമ്മ്യൂണിറ്റിയെ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി, അതായത് മോദി ഗവൺമെൻറ് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പാടുപെട്ടത്, അവരെ കൊണ്ടുവരുവാൻ വേണ്ടി പാടുപെടുന്നത്. അപ്പം നമ്മൾ ഈ പല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കുന്ന സംഭവമുണ്ട്. അപ്പം ഇനി മുസ്ലിം കമ്മ്യൂണിറ്റി ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? കോൺഗ്രസ് എന്ന പൊളിറ്റിക്കൽ പാർട്ടി എല്ലാ സമയത്തും മുസ്ലിം കമ്മ്യൂണിറ്റിയെ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ് ശ്രമിച്ചത്. ഇതവർ തിരിച്ചറിയുന്നത് അയോധ്യ ബാബറി മസ്ജിദ് മൂവ്മെൻറ്റ് നടക്കുമ്പോഴാണ്. അതിനുശേഷമാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇന്ത്യയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കോൺഗ്രസ്സിന് നഷ്ടമായി. അതവർക്ക് തിരിച്ച് റീഗെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഉറപ്പായിട്ടും സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഈ സപ്പോർട്ട് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത്, അത് പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗും അങ്ങനെയുള്ള സംഭവത്തിൽ കൂടെ മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്, ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ, അതായത് ലീഗാണെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവരുടെ നേതാക്കൾക്ക് ഒരു പ്രത്യേകതരം പോസ്റ്റും സ്ഥാനവും എല്ലാം കൊടുത്തിരുന്നു. ഇതൊന്നും കമ്മ്യൂണിറ്റി സപ്പോർട്ടിന് വേണ്ടി ആയിരുന്നില്ല അത് കൊടുത്തിരുന്നത്. കാരണം ഇവരുടെയൊക്കെ വോട്ട് ബാങ്ക് ആയിട്ട് ചിലരെ നിർത്താൻ വേണ്ടി ഇതേപോലെ ലീഗാണെങ്കിൽ ഇതേപോലെ ഓരോ പോക്കറ്റുകളിൽ ഓരോരുത്തരെയും പലയിടത്തും പല സമയത്തും കോൺഗ്രസ് പാർട്ടി എപ്പോഴും ഫിക്സ് ചെയ്തിരുന്നു. കാരണം അവരിൽ കൂടെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ടോക്സ് ആണെങ്കിലും കോൺവെർസേഷനും പോകണം. ഇതായിരുന്നു അവരുടെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, അതായത് ഈ കോൺഗ്രസ് പാർട്ടിയെ ലീഗിനെയും വിശ്വസിച്ച് എത്ര നാൾ മുന്നോട്ട് പോകുവാൻ സാധിക്കും? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് പറയാം, കോൺഗ്രസ് പാർട്ടി മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചതിച്ച പാർട്ടിയാണ്. ഒന്ന്. രണ്ടാമത്, ലീഗ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയാണ്. ചിലർക്ക് വേണ്ടി മാത്രം സ്ഥാനമാനങ്ങളും അവരുടെ പലതും സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ അതിനുവേണ്ടി മാത്രമുള്ള ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ്. പിന്നെ അടുത്ത ചോയ്സ് എന്താണ്? ഇതാണ് അടുത്ത ചോദ്യം. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര നാൾ BJP എതിർക്കാൻ സാധിക്കും? എത്ര നാൾ നിങ്ങൾക്ക് മോദിയെ എതിർക്കാൻ സാധിക്കും? ഇതൊരു ചോദ്യമാണ്. നിങ്ങൾ ചുമ്മാതെ ഈ പറയുന്നത് കേട്ട് അന്ധമായിട്ട് ഇവര് പറയുന്നത് മനസ്സിലാക്കി ഇത് കേട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, അടുത്ത 30-35 വർഷത്തേക്ക് BJP ആയിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. അതേപോലെ അടിസ്ഥാനമാണ് അവരിട്ടിരിക്കുന്നത്. ഈ BJP എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവർ പവറിൽ വരാൻ വേണ്ടി ഹിന്ദുത്വയും ഈ ലൈനൊക്കെ എടുത്തു. അതിനുശേഷം
ഇൻക്ലൂസീവായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി BJP ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UP-യിൽ മുസ്ലിം മെജോറിറ്റിയുള്ള പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും BJP ജയിച്ചത്. ഇതാണ് കാരണം. മമതാ ബാനർജിയുടെ പൊളിറ്റിക്സ് വേറെയാണ്. കാരണം 30% മുകളിൽ ബംഗാളിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ സ്വാധീനിച്ചാൽ മാത്രമേ മമതയ്ക്ക് അവിടെ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ CAA ഈ ബംഗാളിൽ വരുന്നതോടുകൂടി അവിടെയുള്ള ഭൂരിപക്ഷം, അതായത് ഹിന്ദു കമ്മ്യൂണിറ്റി, ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ മമത ഏകദേശം ഔട്ടാകും. കഴിഞ്ഞ 2019 18 സീറ്റാണ് BJP അവിടെ അക്കൗണ്ട് വലിയ രീതിയിലാണ് തുറന്നത്. ഇപ്രാവശ്യം അത് 25-30 സീറ്റ് പോവുകയാണെങ്കിൽ മമതാ ബാനർജിയുടെ കാര്യവും കഷ്ടമാണ്. മമതാ ബാനർജി ചെയ്യുന്ന പണ്ട് കോൺഗ്രസ് ചെയ്ത സെയിം സംഭവമാണ് ചെയ്യുന്നത്. ചില നേതാക്കൾക്ക് ചില പോസ്റ്റുകൾ കൊടുക്കും, ചിലർ MP ആക്കും, MLA ആക്കും, ആ രീതിയിലാക്കും. എന്നിട്ട് അവരിൽ കൂടെ മുസ്ലിം വോട്ടുകൾ ബാങ്ക് ചെയ്യുക. ഇതാണ് മമതയുടെയും പൊളിറ്റിക്സ്, പണ്ട് കോൺഗ്രസ് നടത്തിയ പൊളിറ്റിക്സ്. അതും എത്ര നാൾ മുന്നോട്ട് പോകാമെന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി മനസ്സിലാക്കേണ്ടത്, ആദ്യം നിങ്ങൾ ആ കമ്മ്യൂണിറ്റിക്കകത്ത് നല്ല ലീഡേഴ്സ് വേണം. ആ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യാൻ വേണ്ടി അവർക്ക് എഡ്യൂക്കേഷൻ വേണം. ആ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ വളർന്നു വരാൻ വേണ്ടി എന്താണ് ആവശ്യം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ കൂടെ പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും അധികാരത്തിൻ്റെ എല്ലും കഷ്ണം കിട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ, ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ 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 പുറകിലോട്ട് പോകും. ഇതാണ് നേരത്തെയും ലോകത്തെല്ലായിടത്തും കണ്ടത്. അത് ചിലപ്പോൾ ഇന്ത്യയിൽ കാണാൻ വലിയ താമസം വേണ്ടി വരില്ല.